മാഷ്ട പാട്ടുകളുടെ ഓർക്കസ്ട്രേഷൻ പൊതുവേ ശ്രദ്ധിക്കുന്ന ഒരു കാര്യമാണ്. പ്രത്യേകിച്ച് ഓർക്കസ്ട്രക്കാർക്ക് വളരെയധികം അങ്കലാപ്പുണ്ടാക്കുന്ന ഒരു ഏത് സെക്ഷൻ, വയലിനായാലും ശരി, തബലയായാലും ശരി, പിന്നെ ഫ്ലൂട്ടായാലും ശരി. അപ്പോൾ ഇത് മാഷ്ട ഐഡിയയുടെ മാത്രം ചെയ്യുന്നതാണോ? തീർച്ചയായിട്ടും. അതുകൊണ്ടാണ് എൻ്റെ പാട്ടുകളുടെ ബീജിയം ശ്രദ്ധിച്ചാൽ ആ ബീജിയവും ഒരു പാട്ടായിട്ട് തോന്നും. മനസ്സിലായി? പലരുടെയും ധാരണ അത് വേറെ ആരെങ്കിലും ചെയ്യണമല്ല, നിർബന്ധമാണ്. ഞാൻ ഒരു ഇഞ്ച് ഒരക്ഷരം അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാൻ സമ്മതിക്കില്ല. പക്ഷെ ഞാൻ സ്കോർ എഴുതാറില്ല, ഹാർമോണിയിൽ വായിച്ച് കാണിക്കാറില്ല. അത്യാവശ്യം പാടാൻ അറിയുന്നതുകൊണ്ട് ഇങ്ങനെ തന്നെ വായിക്കണം, ഇത് തന്നെയാണ് ബീജിയം. പാടിക്കൊടുക്കും ടേപ്പിൽ. അതിൻ്റെ അറേഞ്ച്മെൻറ്റ്സ് പോലും എനിക്ക് കേട്ടാനറിയാം. ഞാൻ വെസ്റ്റേൺ മ്യൂസിക്കൊന്നും പഠിച്ചിട്ടില്ല. പക്ഷേ എനിക്ക് സാ പിടിച്ചാൽ അതിൻ്റെ അടുത്ത നെക്സ്റ്റ് കോഡ് എന്ത് നോട്ട്സ് ആണെങ്കിൽ ശരിയായിരിക്കും. അതിനൊന്നും എനിക്ക് അധികം സമയം എടുക്കാറില്ല. അല്ല, ഞാൻ തന്നെ പലപ്പോഴും കണ്ടിട്ടുണ്ട് ഫ്ലൂട്ടൊക്കെ മിക്സ് ചെയ്യുമ്പോൾ ഒരു ഐഡിയയിൽ ഇങ്ങനെ എവിടെന്നോ വരുന്ന പോലെയാണ് നമുക്ക് തോന്നുന്നത്. അതായത് ഞാൻ പറഞ്ഞില്ലേ, സാധാരണ മ്യൂസിക് ഡയറക്ടേഴ്സൊക്കെ വന്നിട്ട് നേരത്തെ കൂട്ടിയിട്ട് അതിൻ്റെ കണക്കുണ്ടാവും, അവരുടെ പിന്നെ സ്കോർ ഉണ്ടാവും. ഞാൻ ഒരിക്കലും സ്കോർ എടുക്കാറില്ല. എനിക്കൊരു പാട്ടിൻ്റെ സിറ്റുവേഷൻ പറഞ്ഞു കഴിഞ്ഞാൽ ഞാനത് മനസ്സിൽ വെച്ചിട്ട് അതിൻ്റെ ഒരു ഓർക്കസ്ട്രേഷൻ, എന്തെല്ലാം ഇൻസ്ട്രുമെൻറ്റ്സ് വേണം,